വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലൈഫിന് ആവശ്യമായിട്ടൊരു കാര്യമാണ്. പയ്യെ വെച്ചാണ് ഞാൻ കയറ്റുന്നത്. എനിക്കും ഇങ്ങനെ കുത്തിപ്പൊരിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗബ്രിണി ആയിരുന്ന ആളും കഴിഞ്ഞു. ഇതും EMI ആണ് കേട്ടോ. ഇത് സാധാരണ സ്ഥിരം ട്രോൾ ആവാനുള്ള സാധനമാണ്. മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. ഹായ് ഗായ്സ്, അവിടെ വലിയൊരു പെട്ടി. സംഗതി നമുക്ക് ഇത് പരസ്യത്തിനൊന്നും വന്ന സംഭവമല്ല. ഇതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ലൈഫിന് ആവശ്യമായിട്ടൊരു കാര്യമാണ്. ഏകദേശം 17,000 രൂപ വിലയുള്ളൊരു സംഭവമാണ് ഈ സാധനം. അപ്പോൾ ഇത് എന്താണെന്ന് പൊട്ടിച്ച് നമുക്ക് നോക്കാം. പയ്യെ വെച്ചാണ് ഞാൻ കയറ്റുന്നത്. ഒറ്റയ്ക്ക് ഇത് കയറ്റാൻ പറ്റൂല. സ്റ്റെപ്സ് പിന്നെ വളഞ്ഞ് പിളഞ്ഞുകൊണ്ട് നല്ല എളുപ്പമുണ്ട് കയറ്റാൻ. ഇപ്പോൾ വല്ലച്ചാരി നമ്മൾ മേളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ചിട്ട് അസംബിൾ ചെയ്യണം. അസംബിൾ ചെയ്യാൻ ആൾ വരുമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അപ്പം വിളിച്ചോ പറഞ്ഞ് 90% അസംബിൾഡ് ആണ്. ജസ്റ്റ് 2 ഭാഗം മാത്രം സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി, അത് നിങ്ങൾക്ക് തന്നെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വീഡിയോ അയച്ചു തന്നു. എനിക്കും ഇങ്ങനെ കുത്തിപ്പൊരിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഗബ്രിണി ആയിരുന്ന ആളും ഗബ്രിണി ആയിരുന്ന ആളും ഇനിയും കൂടെ ഇത് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഞാനും ഇക്കായും കൂടെ സാധനം സെറ്റ് ചെയ്യാൻ പോവാണ്. കത്തിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്താകുന്ന ഒരു പിടിയില്ല. ഇക്കായാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പലതും നശിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഓ, ഇനി അങ്ങനെ നശിപ്പിക്കാനൊന്നുമില്ല. എല്ലാം ഇളക്കി ക്ലിയർ ആക്കും. ചിലപ്പോൾ ബാക്കി ബാക്കി സാധനങ്ങൾ വരും. പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ്. എവിടെ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്? ആമസോൺ, ഫ്ലിപ്കാർട്ട്. ഇതും EMI ആണ് കേട്ടോ. നമ്മൾ ഒരു EMI തീരുമ്പോഴാണ് അടുത്ത സാധനം വാങ്ങുന്നത് അല്ലേ? അതെ, അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ ഒരു EMI തീർത്തിട്ട് എല്ലാം കൂടെ എടുത്ത് ഇടാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. നമ്മൾ EMI മാനായിട്ട് മാറും അവസാനം. മനസ്സിലായിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ഈ ട്രിവാൻഡ്രത്തുള്ള എല്ലാ ജിമ്മുകളിലും ഒക്കെ പോയി അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ ജിമ്മ് ഉണ്ടായിരുന്നപ്പം കൂട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ട്. നമ്മളിപ്പോൾ ദൂരല്ലേ താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പം അറിയാനുള്ള ആൾക്കാരൊന്നും ജിമ്മിലില്ല. എല്ലാവരും ഒറ്റപ്പെട്ട ആൾക്കാരെ പോലെ ചെയ്യുക. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണമായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അതായിരിക്കും നല്ലത്. കാരണം ഓരോ ജിമ്മിൽ പോയി 6 മാസത്തെ പൈസ അഡ്വാൻസ് കൊടുത്തിട്ട് 1 മാസം പോകും, 5 മാസം പോകില്ല. ഇത് സാധാരണ സ്ഥിരം ട്രോൾ ആവാനുള്ള സാധനമാണ്. ഇതിനെ കൊണ്ടൊരാൾ എല്ലാവരും തുണി ഉണക്കാൻ ഇടുന്നതെന്ന് പറയാറുണ്ട്. ഇതാണ് നമ്മുടെ ദിസ് ഈസ് അവർ പ്രോഡക്റ്റ്. ഇത് നമ്മൾ അസംബിൾ ചെയ്യണം. അതായത് ഡിസ്പ്ലേയും സംഭവങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. അത് സിംഗിൾ പീസ് ആണല്ലേ. പവർ കോഡുണ്ട്. പവർ കോഡൊക്കെ എക്സ്ട്രാ അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട്. ഇതിൻ്റെ ഫ്യൂസ് അതാണ്. ഫ്യൂസ് മീൻസ് ഇത് കുത്തി വെച്ചാൽ മാത്രമേ സേഫ്റ്റിയാണ്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ട് എന്തെങ്കിലും പറ്റിപ്പോയി ഇത് വലിച്ചൂരി കഴിഞ്ഞാൽ ഇനി വർക്കാവില്ല. നമ്മൾ അസംബിൾ ചെയ്യാനുള്ള സാധനങ്ങളും അലങ്കിയും അതിൻ്റെ സ്ക്രൂസും എല്ലാം ഉണ്ട്. ഓയിലുണ്ട്. അതായത് ഓടുന്ന സാധനം ഉണ്ടല്ലോ, അതിനടിയിൽ ഇടാൻ വേണ്ടിയുള്ള ഓയിലാണ്. അങ്ങനെ ഒരുവിധം നമ്മൾ പൊളിച്ചെടുത്തു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് അസംബിൾ ചെയ്യണം. സംഗതി ഇയർക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇത് എക്സസൈസ് ചെയ്യുന്ന സാധനം കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു എക്സസൈസ്, അതാണ് എൻ്റെ ഒരു സംഭവം. ഈ 2 സ്റ്റാൻഡ്സാണ് ഒരു ഉയർത്താൻ വേണ്ടി പറഞ്ഞേക്കണേ ഈ സാധനം. ആദ്യത്തെ സ്ക്രൂ നമ്മൾ ഇടണം. നമ്മളെല്ലാം ഇട്ടിട്ട് പിന്നീട് ടൈറ്റ് ചെയ്യുള്ളൂ കേട്ടോ. സംഗതി ഇതിനകത്ത് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ് ഉണ്ട്. ബ്ലൂടൂത്ത് ഉണ്ട്. പിന്നെ നമുക്കിത് ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇത്രയും കുറഞ്ഞ റേറ്റിന് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെഡ്മില്ല്, ഇത്രയും സംഭവങ്ങളുള്ള ട്രെഡ്മില്ല് ഇതേ ഉള്ളായിരുന്നു. ഇത് ആമസോണിൽ 20,000 സംതിങ് രൂപ വില ഉണ്ട്. ഫ്ലിപ്കാർട്ടിൽ 16,000 സംതിങ് രൂപയ്ക്ക് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത്. വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ നല്ലതാണ് എന്നാണ് റിവ്യൂകൾ കിടക്കുന്നത്. നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എങ്ങനെയുണ്ടോ. നമുക്കിതിൻ്റെ ബേസ് പിന്നെ മേൽഭാഗം വയ്ക്കാം. മോട്ടർ വരുന്ന സ്ഥലം ഒരു ചെറിയ കണക്ഷനുണ്ട്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഇത് വെച്ചു. ഇതിൻ്റെ അടിയിൽ ചെറിയ കണക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പൊട്ടി കയ്യിൽ വരും. ഇത് ഇത്തിരി ടൈറ്റാണ്. അങ്ങനെ ഇത്തി ബലത്തിന് നിൽക്കാൻ വേണ്ടി അവരെടുത്ത് ടൈറ്റ് ചെയ്താണ് വെച്ചേക്കണം. വലിച്ചിട്ടാലേ കറക്റ്റാവും. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇനി ഇതിനകത്ത് വരണത് ഒരു സേഫ്റ്റി കീ നമ്മൾ സെറ്റ് ചെയ്യണമെന്നാണ്. ഈ മഞ്ഞ സാധനം ഇളക്കണമെന്ന് തോന്നുന്നു. ഇളക്കണ്ട, ഇതിൻ്റെ മണ്ട വെച്ചാൽ നമ്മൾ സേഫ്റ്റി കീ. എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിച്ചൂരാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ്. മാഗ്നറ്റാണ്. വയ്ക്കുമ്പോൾ തന്നെ സേഫ്റ്റി കീ സെറ്റായിരിക്കും. ഇതില്ലാതെ ഇത് വർക്കാവില്ല സാധനം. അതൊന്ന്
പ്രവർത്തിപ്പിച്ച് നോക്കാം. മറ്റേ ഓടുകയോ ഇല്ലേന്ന് അറിയണ്ടേ. സാധനം കൊടുത്തു നോക്കാം നമുക്ക്. സെറ്റ്. ഇവിടെ ഒരു ഇനിയൊരു സ്വിച്ച് ഉണ്ട്. ഇത് ഓണാക്കിയാൽ കണ്ട ഓണായി സാധനം. ഇനിയാണ് നമ്മളെ കളി ഇരിക്കണം, നടക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഒന്നിലായിട്ടേക്കണം. യെസ്, മൂവിങ് ആണ്. സ്പീഡ് കൂട്ടണം നമുക്ക്. ഇതിൽ എണ്ണ ഇടാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. നമുക്കിപ്പോൾ എണ്ണ ഇടാം. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഇട്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെയാണ്. സ്പീഡ് കൂട്ടി നോക്കാം നമുക്ക്. നമ്മളെ ജിമ്മിലത്തേക്കെന്താ എൻ്റെ അത്രയും ഇതൊന്നും റിഫൈൻമെൻ്റ് ഒന്നും ഇല്ല. ജിമ്മിലൊക്കെ നമ്മൾ നടക്കണത് പോലും അറിയില്ല. അമ്മാതിരി വലിയ സാധനങ്ങളൊക്കെ ആയിരിക്കും. അതിന് ലക്ഷക്കണക്കിനാണ് അതിൻ്റെയൊക്കെ വിലകൾ. നമുക്ക് വീട്ടിലത്തേക്ക് ഇത് പെർഫെക്റ്റ് ആണ്. നടക്കാനും ഓടാനും എല്ലാം പെർഫെക്റ്റ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ആപ്പൊക്കെ ഉണ്ട്. ആപ്പ് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്റ്റെപ്സ് നടന്നു എന്നൊക്കെ ഉള്ളത് ഇതിനകത്ത് നമ്മൾ കാണിക്കും. ടൈമോ എല്ലാം കാണിക്കും കൃത്യമായിട്ട്. കാലറീസ് എത്ര വേണം അതിന് കാണിക്കും. എല്ലാം കാണിക്കും കൃത്യമായിട്ട്. സ്പീഡ് കൂട്ടാം, ഓടാനുള്ള സെറ്റപ്പ് ഉണ്ട്. 12 സ്പീഡ് വരെയാണ് ഉള്ളത്. അത് നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ട്രെഡ്മില്ല് വർക്കിംഗ് ആക്കി. നമ്മൾ അതൊക്കെ അസംബിളൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി. എല്ലാം വർക്കാവുന്നുണ്ട് കേട്ടോ, ഒന്നും ബാക്കിയൊന്നും വന്നില്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല ഉപയോഗപ്പെടുന്നത്. ഇനിയിപ്പം ഗിബ്രിണി ആയിരുന്ന ആൾക്ക് ഇത് കഴിഞ്ഞ് പ്രസവിച്ച ആക്കും ഇത് നടന്ന് നമുക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആവാനുള്ള സെറ്റപ്പ്. ഞാൻ തടി വെച്ചല്ലേ, ഞാൻ തടി വെക്കില്ല. തടി കുറവാണോ? അത് ഇതും നമുക്ക് എന്തോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളുണ്ടല്ലോ, അത് ഉണ്ടാവും. ഇപ്പം ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഉന്മേഷമാണ്. ബോഡിയൊക്കെ ഭയങ്കര സെറ്റ് ആവും. പക്ഷെ എല്ലാ ദിവസവും ജിമ്മിൽ നമ്മൾ എത്തൂല. എൻ്റെ ഒരു സെറ്റപ്പിൽ എത്തൂല. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് ഓടാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മളുടെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോസ് ഇത് എത്ര 17 രൂപയായി. EMI വരുമ്പം കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതൽ വരും. 9 മാസം കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് 9 അടവാങ്ങേണ്ടതാണ് ഉള്ളത്. 9-10 അടവാണ് ഉള്ളത്. അപ്പം ആ അടവ് കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായി മാറും. 2 വർഷത്തെ വാറണ്ടി കൊണ്ട് അങ്ങനെ ഇതിന്റെ മോട്ടറിന് 2 ഇയർ 2 ഇയർ വാറണ്ടി ഉണ്ട്. ഫ്രെയിം ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. മറ്റേ 1 ഇയർ വാറണ്ടി ഉണ്ട്. ഈ മോട്ടറിന് 2 ഇയർ വാറണ്ടി ഉള്ളത് വലിയ കാര്യമാണ്. പവർ മാക്സിന്റെ TDM 96 എന്ന് പറയുന്ന മോഡലാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. നമ്മളെന്തായാലും 1-2 മാസം നമ്മൾ യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാം. അതിനുശേഷം വാങ്ങാന്നുള്ളവർക്ക് വാങ്ങാം. ഇത് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇപ്പൊ നോക്കിയിട്ട് ഓക്കെയാണ്, പ്രോഡക്റ്റ് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചാനൽ WNS എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കുറെ കാലം കൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ല, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഴയ പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ എത്തും. യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ വരും. പ്രഗ്നന്റ് ആയിരുന്നോണ്ട് പുറത്തോട്ടൊന്നും നമ്മൾ സാധാരണ അങ്ങനെ ഒരുപാട് പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചാനൽ തുടങ്ങിയ ശേഷം നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ബേബിയെ കൊണ്ട് വേണം നമുക്ക് പുറത്തോട്ടൊക്കെ പോകാൻ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യാത്ര. കരയാത്ത ഒരാളാണ് യാത്ര പോയ. കാറിൽ കയറി കഴിഞ്ഞാൽ ഹാപ്പിയാണ്. നമ്മളെന്തായാലും യാത്രകളൊക്കെ പോകും. കുറെ വീഡിയോസ് വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.